മലയാളത്തിൻ്റെ മാതൃഭാവം കവിയൂർ പൊന്നമ്മ വിടവാങ്ങുമ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് കവിയൂർ എന്ന ഗ്രാമം, പത്തനംതിട്ടയിലെ കവിയൂർ എന്ന ഗ്രാമം. ഏതാണ്ട് വളരെ ചെറുപ്പത്തിൽ ഇവിടെ നിന്ന് പോയതാണ്. പഠനമൊക്കെ പൊൻകുന്നത്തായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ കവിയൂർ എന്ന ഈ ഗ്രാമവുമായി ഒരു ആത്മബന്ധം അവർ അപ്പോഴും സൂക്ഷിച്ചിരുന്നു. അവരുടെ ത്രിപുരസുന്ദരി ക്ഷേത്രം, ദേവീക്ഷേത്രം അവരുടെ കുടുംബക്ഷേത്രമാണ്. ആ കുടുംബക്ഷേത്രത്തിന് മുൻപിലാണ് നമ്മളുള്ളത്. അവരുടെ ബന്ധുവാണ് ഈ അമ്മ. അമ്മയുടെ പേരെന്തായിരുന്നു? അമ്മ തങ്കമ്മ. കുറേ 2013 അവസാനം വന്നത്. അതെ അതെ. അവർ എത്ര കാലം മുമ്പ് ഇവിടുന്ന് പോയതാണ്? അവർ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്നതിനൊക്കെ മുൻപേ പോയതാണ്. പിന്നീട് ഇടയ്ക്ക് വിളിക്കാറും പറയാറൊക്കെ ഉണ്ട് ആളുകളൊക്കെ ആയിട്ടല്ലേ? ഈ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ വന്നായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വരുമ്പോൾ ഒന്ന് കാണുമെന്നുള്ളതല്ലാതെ അങ്ങനെ ഇതൊന്നുമില്ല. എന്തായാലും ചേച്ചി ഇവിടുത്തെ പോസ്റ്റ് വുമൺ കൂടിയാണ് അല്ലേ? ചേച്ചി ഈ നാട്ടിൽ എത്തിയിട്ട് എത്ര കാലമായി? ഞാൻ 4 വർഷമായി. ശരിക്കും ഞാൻ കവിയൂരോട് വരുമ്പോൾ തന്നെ കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ സ്വന്തം അമ്മ. എല്ലാവരും അമ്മയെന്ന് വിളിക്കാൻ അത്ര സ്ത്രീത്വം തുളുമ്പുന്ന ഒരു മുഖഭാവം ഞാൻ ഏറ്റവും ആരാധിക്കുകയും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അമ്മയുടെ നാട്ടിലേക്ക് വന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു അനുഭവം. ഞാൻ എന്നും വരുമ്പോൾ ഇതാണല്ലോ അമ്മ വളർന്ന വീട്. കവിയൂരിൻ്റെ സ്ഥലം, കവിയൂർ എന്ന സ്ഥലത്തിനെ മാറ്റുരയ്ക്കാൻ അമ്മ ഒരിടയായിട്ടുണ്ടെന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. കവിയൂരുണ്ട്. അതെ അതെ. അവിടുത്തെ പോസ്റ്റ് വുമൺ അഭിമാനമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. എന്തായാലും കവിയൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തെ അതിൻ്റെ ഒരു യശസ്സിലേക്ക് ഉയർത്തിയത് കവിയൂർ പൊന്നമ്മ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. ഭർത്താവും പൊന്നമ്മച്ചയുമായിട്ട് ഒരേ പ്രായമാണ്. 6 മാസത്തിന് മൂപ്പ് ചെയ്യിക്കാം. ഇപ്പോൾ ആളുകളൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ അല്ലേ? ബന്ധുക്കളൊക്കെ അങ്ങോട്ട് എല്ലാവരും പോയിട്ടുണ്ട്. എൻ്റെ മോനും ഒക്കെ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ 12 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചത്. അതെ അതെ അതെ. എന്തായാലും വിഷമമുണ്ട്. അവരുടെ സ്വന്തം ഒരമ്മ തന്നെയാണ് നഷ്ടപ്പെട്ടത്. കാരണം കവിയൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തെ, ഈ നാടിനെ ഒക്കെ തന്നെ അടയാളപ്പെടുത്തി സ്വന്തം പേരിനോട് കൂട്ടിച്ചേർത്ത് KPSCയിലൊക്കെ നാടകമൊക്കെ അഭിനയിച്ചപ്പോൾ പേരിനോട് KPSC എന്നല്ല ചേർത്ത് ഈ കവിയൂർ എന്ന പേരാണ് അവർ ചേർത്ത് വെച്ചത്. എന്തായാലും വിഷമത്തിലാണ്. സംസ്കാരം നടക്കുമ്പോൾ ഇവിടുന്ന് ഒരുപാട് പേർ, ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന ഒരുപാട് പേർ അവിടേക്ക് പോയിട്ടുണ്ട്. കവിയൂരിനെ പ്രതിനിധീകരിച്ച് പോയിട്ടുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.